അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനൊരു ഐസ്ക്രീം റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സീതാഫലിൻ്റെ ഐസ്ക്രീമാണ്, ഒരു പരീക്ഷണമാണ്. ഞാനിവിടെ 5 സീതാഫലം എടുത്തിട്ടുണ്ട്. നമുക്ക് സീതാഫലിൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം. സീതാഫലം നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ പൾപ്പ് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് കുരു സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാൻ ലൈവായിട്ട് തന്നെ വോയിസ് കൊടുത്തതാണ്, വോയിസ് ഓവർ കൊടുത്തതല്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ. ഇതിൻ്റെ ബാക്കിയുള്ള ഫ്ലഷ് ഇത് നമ്മളിങ്ങനെ ഇതേപോലെ എടുത്തിട്ട് ഇതായി പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇത് കുരു സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. മിക്സി ഓൺ ആക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. ഇത് ബാക്കിയുള്ള കുറച്ച് ആ ഒരു പൾപ്പാണ്, കുരുവില്ലാത്ത. നമ്മളിത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തപ്പോൾ കുരു ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് ഇതേപോലെ ഇങ്ങനെ കുരു മാറ്റിയിട്ട് കിട്ടിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പൾപ്പ് വേറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം നമ്മൾ പഞ്ചസാര കൂടി കുറച്ചൊരു 1-2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അത് റെഡി ആയിട്ടുണ്ട്. ഇതാ ശരിക്കും നല്ല നൈസായിട്ടുണ്ട്. നമ്മളൊരു ബൗളിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മളൊരു 100 ml ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, പിന്നെ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടിന്ന് മിൽക്ക് മെയ്ഡ് മതി. നിങ്ങൾ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്തോ. നല്ല മധുരം, ഒരാൾ മധുരം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആ അടിച്ച് വെച്ചിരിക്കുന്ന ഇത് ചേർത്ത് കൊടുക്കാം. എന്താണ്, സീതാഫലിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ്, നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയാണ്. ആ ബീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ കാഷ്യൂ ചേർത്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ക്ലിയർ ഇല്ലാത്ത സ്ഥലത്തെല്ലാം ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഫ്രീസറിൽ വെക്കുക. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നും കൂടി എടുത്തിട്ട് നമ്മൾ ബീറ്ററിനെ കൊണ്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം. എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഐസ്ക്രീം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല എല്ലാ ഭാഗത്തേക്കും കൂടി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടി മൂടിയിട്ട് ഫ്രീസറിൽ വെക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവ് ചെയ്യാം. എൻ്റെ ഐസ്ക്രീം നല്ലോണം സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നിയ വിധത്തിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് സീതാഫലം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടൊന്ന് സീതാഫലം ഉള്ള സമയത്തൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. എന്തായാലും പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സീതാഫലം ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഈ റെസിപ്പിയും എൻ്റെ ചാനൽ ലിങ്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ.